നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം 60ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. അതെങ്ങനെയാണ് വന്നത് നമ്മൾ പഠിച്ചു. ഫുള്ള് ഫിനാൻഷ്യൽ ബില്ലും മണി ബില്ലും ഫുള്ള് നമ്മൾ പഠിച്ചു. സോ നമുക്ക് 61 അതിൻ്റെ പുതിയ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സോ ദിസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ മേ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ, അതായത് ലോക്സഭയുടെ സ്പീക്കർ എങ്ങനെയാണ് ഓഫീസിൽ നിന്ന് റിമൂവ് ആവുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്നെ വളരെ കൺഫ്യൂസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഞാൻ ഇതിൻ്റെ തെറ്റായ ആൻസറാണ് കിട്ടിയത്. ഇതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ദ മെജോറിറ്റി പാർട്ടി ഇൻ ദ ഹൗസ് അഡോപ്റ്റിംഗ് എ നോ കോൺഫിഡൻസ് മോഷൻ, ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്, the resolution passed by at least 2/3 of the total membership of the house, resolution passed by a majority of all the then members of the house. അപ്പോൾ നമുക്കിതിനെ കുറിച്ച് ആദ്യം ലോക്സഭയിലെ സ്പീക്കറെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ലോക്സഭയെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചതാണ്. സോ നമുക്ക് സ്പീക്കറെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കിതിൻ്റെ ആൻസർ സോൾവ് ചെയ്യാം. ഓക്കെ, അതായത് ഒന്ന് നോൺ കോൺഫിഡൻസ്, നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. അതായത് ഏതൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും ഒരു 2 ക്വസ്റ്റ്യൻ എന്തായാലും 2 ഓപ്ഷൻ എന്തായാലും വളരെ പൊട്ട ഓപ്ഷൻ ആയിരിക്കും. ഈ നോൺ കോൺഫിഡൻസ് മോഷൻ എന്തായാലും വരത്തില്ല. അത് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പഠിക്കാം. എന്തായാലും വരത്തില്ല, ഓപ്ഷൻ എ വരത്തില്ല. പിന്നെ നമുക്ക് സാധ്യത ഉള്ളത് ബിയും ഡിയും ആണ്. കാര്യം 50% ലെസ് ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ 50%. സോ നമ്മളെല്ലാവരും ചിന്തിക്കും 50% എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് മെജോറിറ്റി ആണല്ലോ. സോ അത് സാധ്യത ഉണ്ടാവും നമ്മൾ ചിന്തിക്കും. പിന്നുള്ളത് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ഓൾ ദ ദെൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കറണ്ടായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ റെസൊല്യൂഷൻ്റെ മെജോറിറ്റി. അപ്പോൾ നമ്മൾ അത് ചിന്തിക്കും, നമ്മൾ അത് എഫക്റ്റീവ് മെജോറിറ്റി ആണ് നമ്മൾ ചിന്തിക്കും. സോ ഈ 2 ഓപ്ഷൻസാണ് ഇതിൽ മെയിനായിട്ട് സാധ്യതയുള്ള ഓപ്ഷൻസ്. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ വിശദമായിട്ട് ചെയ്യാം. അതായത് മൊത്തം സ്പീക്കർ നമുക്ക് മൊത്തം പഠിക്കാം. ഒരു മാർക്ക് പോലും മിസ്സാത്ത രീതിയിൽ മൊത്തം പഠിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് കൃത്യം മനസ്സിലാവും. ഓക്കെ, സ്പീക്കർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹീസ് എ പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ പ്രിസൈഡിങ്, ഒരു മിനിറ്റ് പേന തെളിയുന്നില്ല, ശരി, പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ലോക്സഭയുടെ പ്രിസൈഡിങ് ഓഫീസറാണ്. എലക്റ്റഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, അതായത് ലോക്സഭയുടെ മെമ്പേഴ്സാണ് പുള്ളി എലക്ട് ചെയ്യുന്നത്. എലക്റ്റഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. പ്രസിഡന്റ് ഡിസൈഡ്സ് ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ, അതായത് പ്രസിഡൻ്റാണ് തീരുമാനിക്കുക ലോക്സഭയിലെ ഇലക്ഷൻ എപ്പോൾ നടക്കാൻ, അതായത് സ്പീക്കറിന് വേണ്ടിയുള്ള ഇലക്ഷൻ എപ്പോൾ നടക്കാൻ തീരുമാനിക്കുന്നത് പ്രസിഡൻ്റാണ്. പിന്നെ ടെന്യൂർ, അതായത് കാലാവധി. പുള്ളിയുടെ കാലാവധി എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ഈവൻ ആഫ്റ്റർ ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ അൺടിൽ ന്യൂ സ്പീക്കർ ഈസ് എലക്റ്റഡ്. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോക്സഭ കാലാവധി കഴിഞ്ഞ് പോയാലും അടുത്തൊരു മെമ്പർ, ന്യൂ സ്പീക്കർ പുതുതായി ചാർജ് എടുക്കുന്നവരെ പഴയ സ്പീക്കർക്കായിരിക്കും അധികാരം ഉണ്ടാവുക. ഓക്കെ, അത്രയും കാലം പുള്ളിക്ക് നിൽക്കാൻ കഴിയും. അതായത് ലോക്സഭ ഡിസൊല്യൂഷൻ ചെയ്ത് പോയാലും സ്പീക്കർ മാറില്ല. പുതിയ സ്പീക്കർ വന്നാൽ മാത്രമേ സ്പീക്കർ മാറുള്ളൂ. ഓക്കെ, അടുത്തത് നോ സെപ്പറേറ്റ് ഓത്ത് റിക്വേർഡ്, അതായത് ഒരു MP ആയ ആൾക്ക് മാത്രമേ സ്പീക്കർ ആവാൻ കഴിയുള്ളൂ. സോ അയാൾക്ക് പിന്നെ ഒരു ഓത്തിൻ്റെ ആവശ്യമില്ല. അയാൾ ഓൾറെഡി MP ആയ സമയത്ത് ഓൾറെഡി ടേക്കൺ ആൻ ഓത്ത് ആസ് MP ആയ സമയത്തുള്ള ഓൾറെഡി ഓത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിജ്ഞയാണ്. ഓത്ത് MP ആയ സമയത്തിന് അടുത്തുണ്ടല്ലോ. അപ്പോൾ അയാൾ പിന്നെ ഒരു സെപ്പറേറ്റ് സ്പീക്കറിനായിട്ട് ഓത്ത് എടുക്കേണ്ട കാര്യമില്ല. നോ സെപ്പറേറ്റ് ഓത്ത് റിക്വേർഡ്, അതായത് പ്രത്യേക ഒരു പ്രതിജ്ഞയ്ക്ക് ആവശ്യമില്ല. ഓൾറെഡി അയാൾ MP ആയ സമയത്ത് ഓത്തെടുത്താണല്ലോ. അടുത്തത് ആദ്യത്തെ സ്പീക്കർ GV മാവലങ്കാറാണ്. ഓക്കെ, GV മാവലങ്കാറാണ് ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ. സോ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, അതായത് സ്പീക്കറുടെ പ്രധാനപ്പെട്ട പവേഴ്സും ഫങ്ഷൻസും. അതായത് സ്പീക്കർ ആദ്യം പറയുക വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ പ്രിസൈഡിങ് ഓഫീസറാണ്. അതായത് ലോക്സഭാ മീറ്റിങ്ങിൻ്റെയും ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്, ലോക്സഭയുടെ നമ്മൾ പഠിച്ചു നേരത്തെ, പുള്ളി എന്തിനൊക്കെയാണ് പ്രിസൈഡ് ചെയ്യുക, ലോക്സഭാ മീറ്റിങ്ങിനും ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ്, അതായത് രാജ്യസഭയും ലോക്സഭയും കൂടി ജോയിൻറ്റ് സിറ്റിങ്ങിലിരിക്കും. ആ സമയത്തും പുള്ളിയായിരിക്കും പ്രിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രിസൈഡിങ് ഓഫീസറാണ് എന്തിൻ്റെ, ലോക്സഭയുടെയും ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെയും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു പ്രിസൈഡിങ് ഓഫീസറാണ് ലോക്സഭയുടെയും ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെയും. നെക്സ്റ്റ് പുള്ളിയുടെ മെയിൻ പവറാണ് ക്വാറം പവർ. അതായത് ഒരു ക്വാറം എന്ന് പറഞ്ഞാൽ മൊത്തം മെമ്പർഷിപ്പിൻ്റെ 1/10 ആണ് ഒരു ക്വാറം പവർ. ഓക്കെ, 1/10 എന്താണ് ഒരു ക്വാറം പവർ. അതായത് ഒരു ക്വാറത്തിൽ, അതായത് പുള്ളി ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ, അതായത് ഒരു ലോക്സഭ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മൊത്തം ആൾക്കാരിൽ 1/10 ആൾക്കാർ ഒരു പ്രസൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വാറം പോലും ആൾക്കാരില്ലെങ്കിൽ പുള്ളിക്ക് അഡ്ജോറൻ ചെയ്യാൻ കഴിയും. അതായത് ഹൗസ് അഡ്ജോറൻ ചെയ്യുന്ന വെച്ചാൽ ഹൗസ് സസ്പെൻഡ് ചെയ്യാനോ പിരിച്ചുവിടാനോ കഴിയും. അതിനുള്ള അധികാരം പുള്ളിക്കുണ്ട്. സോ 1/10 പോലും ഒരു
അതായത് പ്രസൻറ്റ് ലോക്സഭയിലും ജോയിൻറ്റ് സിറ്റിങ്ങിലും 1/10 പോലും ആൾക്കാർ പ്രസൻറ്റ് ആയില്ലെങ്കിൽ പുള്ളിക്ക് അഡ്ജോറൻ ചെയ്യുക, അതായത് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് മീറ്റിംഗ്. ഓക്കെ. അടുത്ത മണി ബിൽ ഡിസിഷൻ. ഇതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു പവർ. അതായത് ഡിസൈഡ്സ് വെദർ എ ബിൽ ഈസ് എ മണി ബിൽ. അതായത് ഒരു ബില്ല് മണി ബില്ലാണോ ഓർഡിനറി ബില്ലാണോ തീരുമാനിക്കുന്നത് ആരാണ്? അത് സ്പീക്കറാണ്. നമ്മൾ നേരത്തെ ലോക്സഭ പഠിച്ച സമയത്ത് പഠിച്ചതാണത്, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. പിന്നെ സ്പീക്കറുടെ ഡിസിഷനാണ് ഇതിൽ ഫൈനൽ. ഓക്കെ. മണി ബില്ലിൻ്റെ അത് സ്പീക്കറുടെ ഡിസിഷനാണ് ഫൈനൽ. അതുപോലെ തന്നെ ഡിസൈഡ് വെദർ ഈസ് എ മണി ബിൽ, അതായത് മണി ബില്ല് ആണോ ഓർഡിനറി ബില്ലാണോ ഒക്കെ തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. പിന്നെ പുള്ളിയുടെ അടുത്ത ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ആൻഡ് കൺട്രോളാണ്. അതായത് ലോക്സഭയിലെയും ജോയിൻറ്റ് സിറ്റിങ്ങിലെയും ഓർഡേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പുള്ളിക്ക് മെമ്പേഴ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ. അതും പുള്ളിയുടെ പവറിൽ പെടുന്നതാണ്. അടുത്തതാണ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അതായത് റിമൂവൽ ഓഫ് സ്പീക്കറിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ. അതായത് സ്പീക്കറിനെ അങ്ങനെ വെറുതെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. ബൈ റെസൊല്യൂഷൻ ഓഫ് ലോക്സഭ എഫക്റ്റീവ് മെജോറിറ്റി 50% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത്. അതായത് എഫക്റ്റീവ് മെജോറിറ്റി വേണം. എഫക്റ്റീവ് മെജോറിറ്റി പറഞ്ഞാൽ 50% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത്, അതായത് മുഴുവൻ സ്ട്രെങ്ത്തിൻ്റെ 50%. ഇത് മുഴുവൻ സ്ട്രെങ്ത് അല്ല, കറണ്ടാട്ടോ. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പ്രസൻ്റ് ആയിരുന്ന ആൾക്കാരിൽ 50% എന്ത് കിട്ടണം? ടോട്ടൽ സ്ട്രെങ്ത്ത് വോട്ടിങ്ങിന് കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. അതിനാണ് എഫക്റ്റീവ് മെജോറിറ്റി. അതായത് അപ്പോൾ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. ഓക്കെ. കറൻ്റ്ലി പ്രസൻ്റ് ആയിരിക്കണം. അതിനാണ് എഫക്റ്റീവ് മെജോറിറ്റി ആയിട്ട് കൂട്ടുക. സോ ഒരു ബൈ റെസൊല്യൂഷൻ ഓഫ് ലോക്സഭയിൽ റെസൊല്യൂഷൻ പാസ്സാവണം. അതിൽ എഫക്റ്റീവ് മെജോറിറ്റി 50%, ടോട്ടൽ സ്ട്രെങ്ത്ത് 50% വേണം. ഇത് പ്രധാനമായിട്ട് പറയുന്ന ആർട്ടിക്കിൾ 94-ഉം 96 കേട്ടോ. ആർട്ടിക്കിൾ 94-ഉം 96-ഉം. ഓക്കെ. സ്പീക്കർ ഓർ ഡെപ്യൂട്ടി സ്പീക്കർ നോട്ട് ടു പ്രിസൈഡ്. അതായത് വൈൽ റെസൊല്യൂഷൻ ഈസ് കൺസിഡറേഷൻ. അതായത് ഇപ്പോൾ റെസൊല്യൂഷൻ അതായത് ഇവരെ പുറത്താക്കാനുള്ള റിമൂവൽ ഓഫ് സ്പീക്കറിൻ്റെ റെസൊല്യൂഷൻ ഓൾറെഡി ഡിസ്കഷനിലോ കൺസിഡറേഷനിലോ ഇരിക്കുന്ന സമയത്ത് സ്പീക്കറാണെങ്കിലും അതെ ഡെപ്യൂട്ടി സ്പീക്കറാണെങ്കിലും അതെ പ്രിസൈഡ് ചെയ്യാനുള്ള അധികാരമില്ല. ഓക്കെ. അതായത് സ്പീക്കറിൻ്റെ പേരിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ, അതായത് പുള്ളിയെ പുറത്താക്കാനുള്ള റെസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് വേറെ എന്താ പറയുക, പുള്ളിക്ക് ഒരു ലോക്സഭാ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സിറ്റിങ്ങിനോ പ്രിസൈഡ് ചെയ്യാൻ കഴിയില്ല. സോ അതും ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ് 14 ദിവസം. അതായത് പുള്ളിക്ക് വെറുതെ കൊടുക്കാൻ പറ്റില്ല. 14 ദിവസം മുമ്പേ പുള്ളിക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. പുള്ളിയുടെ പേരിൽ റെസൊല്യൂഷൻ മൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് 14 ദിവസം മുമ്പേ പുള്ളിക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. പിന്നെ ഇപ്പോൾ ഈ സ്പീക്കർ ഡസ് നോട്ട് പ്രിസൈഡ് ഡ്യൂറിങ് റിമൂവൽ. യൂഷ്വലി ഡെപ്യൂട്ടി സ്പീക്കർ, അതായത് സ്പീക്കറിൻ്റെ ചർച്ചയിൽ നിൽക്കാമെന്ന് വെച്ചോ. അതായത് സ്പീക്കർ റിമൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് പ്രിസൈഡ് ചെയ്യുക. ഓക്കെ. ഡ്യൂറിങ് റിമൂവൽ അതായത് സ്പീക്കർ റിമൂവൽ ആവുന്ന സമയത്ത് അവിടെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും പ്രിസൈഡ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെജോറിറ്റി ഓഫ് ഓൾ ദ ദെൻ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഓൾ ദ ദെൻ മെമ്പേഴ്സ്. അപ്പോൾ ദെൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി പ്രസൻറ്റ്. അതായത് ആ നിമിഷം അപ്പോൾ അവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ എഫക്റ്റീവ് മെജോറിറ്റി, അവരിൽ 50% മെജോറിറ്റി കിട്ടുന്നവരാണ് എന്നാൽ മാത്രമേ പുള്ളിയെ പുറത്താക്കാൻ കഴിയുള്ളൂ. അതായത് ടോട്ടൽ മെമ്പേഴ്സ് അല്ല, ദെൻ മെമ്പേഴ്സ്, അതായത് കറൻ്റ്ലി പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് 50% കിട്ടണം, വോട്ട് കിട്ടണം പുള്ളിയെ പുറത്താക്കണമെങ്കിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്, അത് ഓർത്ത് വയ്ക്കുക. അടുത്ത ഡെപ്യൂട്ടി സ്പീക്കറെ പോലെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഡെപ്യൂട്ടി സ്പീക്കർ. ഈ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ചുമതല ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞാൽ വൈസ് പ്രിസൈഡിങ് ഓഫീസറാണ് ലോക്സഭയിലെ. പിന്നെ ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് സ്പീക്കർ, അതായത് സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുക. എപ്പോൾ സ്പീക്കർ ഇല്ലാത്ത സമയങ്ങളിൽ സ്പീക്കർക്ക് ഇൽനെസ്, അതായത് രോഗങ്ങൾ എന്തെങ്കിലും അസുഖബാധിതമായി സ്പീക്കറിന് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ സ്പീക്കർ മരണപ്പെട്ടു പോയാൽ ഇതൊക്കെ ഡെപ്യൂട്ടി സ്പീക്കറാണ് അപ്പോൾ സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുക, പ്രിസൈഡിങ് ഓഫീസറായിട്ട് ആക്ട് ചെയ്തിട്ട് ലോക്സഭയിലും ജോയിൻറ്റ് സിറ്റിങ്ങിലും പുള്ളിയാണ് നിയന്ത്രിക്കുക. ഇയാൾക്കും ഔട്ടാക്കണമെങ്കിൽ എഫക്റ്റീവ് മെജോറിറ്റി അത്യാവശ്യമാണ്. ഇയാളെ പുറത്താക്കണ എഫക്റ്റീവ് മെജോറിറ്റി അത്യാവശ്യമാണ്. ദെൻ അടുത്താണ് പ്രോടൈം സ്പീക്കർ. അതായത് ഇപ്പോൾ പ്രോടൈം സ്പീക്കർ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ് പ്രോടൈം സ്പീക്കർ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇയാൾ സെലക്ട് ഫ്രം സീനിയർ മസ്റ്റ്, അതായത് ഇയാൾ സെലക്ട് ചെയ്യുന്നത് ഒരാൾ മസ്റ്റ് MP ആയിരിക്കണം. MPകളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് പ്രോടൈം സ്പീക്കറായിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ.
സെലക്ടേഴ്സ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു MP ആണ് പ്രോട്ടം സ്പീക്കറാണ് സെലക്ട് ചെയ്യുക. ഇയാളുടെ മെയിൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിറ്റിങ്ങിൽ ലോക്സഭയിലാണെങ്കിലും ലോക്സഭയിലെ ആദ്യത്തെ സിറ്റിങ്ങിൽ ഇയാളാണ് പ്രിസൈഡ് ചെയ്യുക. ആദ്യത്തെ സിറ്റിങ്ങിൽ ആരാണ് പ്രിസൈഡ് ചെയ്യുക? ഇയാളാണ് പ്രിസൈഡ് ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓത്ത് ടു MPs, അതായത് MPകൾക്കൊക്കെ അതായത് MPമാർക്കൊക്കെ ഓത്ത് പ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? പ്രോട്ടം സ്പീക്കറാണ്. വർക്ക് അൺടിൽ സ്പീക്കർ എലക്റ്റഡ്, അതായത് സ്പീക്കർ എലക്റ്റ് ആവുന്നവരെ ഇയാൾക്ക് ജോലി ചെയ്യും. ഓക്കെ, സ്പീക്കർ എലക്റ്റ് ആവുന്നവരെയാണ് ഇയാൾക്ക് ജോലിയുള്ളത്, അത് കഴിഞ്ഞ് ജോലിയില്ല. സോ എന്തൊക്കെയാണ് ഇയാളുടെ പരിപാടി? ആദ്യത്തെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുക, പിന്നെ MPമാർക്ക് ഓത്ത്, അതായത് MPമാർക്ക് പ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുക, വർക്ക്സ് അൺടിൽ സ്പീക്കർ എലക്റ്റഡ്, സ്പീക്കർ എലക്റ്റ് ആവുന്നവരെ വർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത പാനൽസ് ഓഫ് ചെയർമാൻ, അതായത് സ്പീക്കറുടെ ഒരു ലോക്സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പാനലുണ്ടാവും ചെയർമാൻമാരുടെ. ആ അതിൽ മൊത്തം ഒരു 10 മെമ്പേഴ്സാണ് ഉണ്ടാവുക, മൊത്തം 10 മെമ്പേഴ്സ്. അത് നോമിനേറ്റ് ചെയ്യുന്നത് സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. പ്രിസൈഡ്സ് വെൻ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് ആബ്സെൻറ്റ്, അതായത് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഒരുപോലെ ആബ്സെൻ്റ് ആവുന്ന ടൈമിൽ ഇപ്പോൾ മീറ്റിംഗ്, അതായത് ലോക്സഭാ മീറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിങ്സ് ജോയിൻറ്റ് സിറ്റിങ്സോ വരികയാണെങ്കിൽ ആരാണ്? ഈ പാനൽ ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുക? ഗൈഡ് ചെയ്യുക, അതായത് പ്രിസൈഡ് ചെയ്യുക. സോ പ്രിസൈഡ്സ് വെൻ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് ആബ്സെൻറ്റ്, ഇവർ രണ്ടുപേരും ആബ്സെൻ്റ് ആവുന്ന സമയത്ത് അങ്ങനെ ഓപ്ഷൻ വരികയാണെങ്കിൽ അവിടെ പാനൽ ഓഫ് ചെയർമാനാണ് എന്ത്? പ്രധാന ആൾ. ഓക്കെ, ഈ 10 മെമ്പേഴ്സാണ് എന്ത് ചെയ്യുക? പ്രിസൈഡ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ സ്പീക്കർ നമ്മൾ മുഴുവൻ പഠിച്ചു. സ്പീക്കർ പഠിച്ചു, പ്രോട്ടം സ്പീക്കർ പഠിച്ചു, സ്പീക്കറുടെ ഡ്യൂട്ടീസ് പഠിച്ചു, സ്പീക്കറിൻ്റെ പിന്നെ എന്താ പഠിച്ചത്? സ്പീക്കർ എങ്ങനെ റിമൂവ് ചെയ്യുമെന്ന് പഠിച്ചു, പാനൽസ് ഓഫ് ചെയർമാനെ പഠിച്ചു, ഡെപ്യൂട്ടി സ്പീക്കർ പഠിച്ചു, എല്ലാം പഠിച്ചു. ഓക്കെ, എല്ലാവരും ഈ ക്വസ്റ്റ്യനിൽ നമുക്കിനി ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മളെല്ലാം പഠിച്ചില്ലേ? അതായത് സ്പീക്കർ ഓഫ് ദ ലോക്സഭ മേ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് ബൈ. അപ്പോൾ നമ്മളിതിൽ നോൺ കോൺഫിഡൻസ് മോഷൻ എന്തായാലും വരത്തില്ല, നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത ഓപ്ഷൻ വരുന്നത് വെച്ചാൽ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്. നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതും ഹാഫ് ഓഫ് ദ മെമ്പർഷിപ്പ്, അതായത് 50% അപ്പോൾ അതായിരിക്കും, അതായത് 50% എഫക്റ്റീവ് മെജോറിറ്റിക്ക് വേണ്ട പേഴ്സൻറ്റേജ്. സോ നമ്മൾ അങ്ങനെ ചിന്തിക്കും 50%. അപ്പോൾ ഓപ്ഷൻ ബി നമ്മൾ റൈറ്റ് വയ്ക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ അതല്ല ആൻസർ. ഞാനും ഫസ്റ്റ് ഓപ്ഷൻ ബി ആണ് കൊടുത്തത്, പക്ഷേ പിന്നെ തെറ്റാണ് മനസ്സിലായത്. ഓക്കെ, കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത് ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 50% എടുക്കുകയാണെങ്കിൽ അത് ആബ്സലൂട്ട് മെജോറിറ്റിയാണ്. ഓക്കെ, ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 50% എന്താണ്? അത് ആബ്സലൂട്ട് മെജോറിറ്റി. കറൻ്റ്ലി പ്രസൻ്റ് ആയ ആൾക്കാരുടെ മെജോറിറ്റിയാണ് എന്ത്? അതാണ് എഫക്റ്റീവ് മെജോറിറ്റി. ഓക്കെ, അത് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ഇതൊക്കെ വളരെ ട്രിക്കിയായ ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ആൻസേഴ്സ് വളരെ ഡയറക്റ്റായിട്ട് തന്നിട്ട് ക്വസ്റ്റ്യൻസ് വളരെ ട്രിക്കി ആയിട്ട് ചോദിക്കും. അതിപ്പോൾ UPSC ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും കാര്യം. പക്ഷേ അങ്ങനെ പഠിക്കുന്നവർക്ക് ഏത് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയും, അതാണ് ലോജിക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 2/3 ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്. അത് സിമ്പിൾ മെജോറിറ്റിയാണ്. 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റി, അപ്പോൾ അതും വരത്തില്ല. അടുത്തത് ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് ഓൾ ദ ദെൻ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ്. ഓൾ ദ ദെൻ മെമ്പേഴ്സ്, അതായത് ദെൻ മെമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് മെമ്പേഴ്സ്, അപ്പോൾ അവിടെ പ്രസൻ്റായ കറണ്ട് മെമ്പേഴ്സ്. ഓക്കെ, കറണ്ട് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പ്രസൻ്റ് ആയവരിൽ മെജോറിറ്റി, അതാണ് എഫക്റ്റീവ് മെജോറിറ്റി. സോ അതാണ് ആൻസർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതായത് ഏറ്റവും 2 ഓപ്ഷൻ എന്തായാലും പൊട്ടത്തായിരിക്കും, അത് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അതായത് നോ കോൺഫിഡൻസ് മോഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ കട്ട് ചെയ്താൽ. പിന്നുള്ളത് 2/3 വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ മെജോറിറ്റിയാണ്, അതും കട്ട് ചെയ്യുക. പിന്നുള്ളത് ഇത് രണ്ടുമാണ് ടഫായിട്ട് വന്നത്, പക്ഷേ ഇതിലും നമുക്ക് ടോട്ടൽ മെമ്പർഷിപ്പ് വെച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി മെല്ലെ ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോകാം, അതിനോടൊപ്പം തന്നെ എല്ലാം പഠിക്കുകയും ചെയ്യാം. ഓക്കെ.